നമസ്കാരം. ഇന്ന് ചെറുവത്തൂർ വാർത്ത കൊണ്ടുവരുന്നത് ഒരു ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചാണ്. പല രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളും നാം കണ്ടതാണ്, കേട്ടതാണ്. എന്നാൽ നമ്മുടെ ചെറുവത്തൂരിലെ ഒരു വ്യാപാരിക്കുണ്ട അനുഭവമാണ് നിങ്ങളോട് ഇപ്പോൾ ഞാൻ പങ്കുവെക്കുന്നത്. നമ്മുടെ ചെറുവത്തൂർ നീലിമ സ്റ്റുഡിയോ അതിന്റെ ഉടമ മുരളിയേട്ടൻ ഇപ്പം എൻ്റെ കൂടെയുണ്ട്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഭവം എന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് 24/6/2024 എന്നെ യൂണിയൻ ബാങ്ക് എന്നെ സംഭവം ആവശ്യപ്പെടുന്നു. എന്റെ ആധാർ കാർഡും ഫോട്ടോ ആവശ്യപ്പെടുന്നു. ഞാൻ കൊടുക്കുന്നു. അത് കൊടുത്തു. അവര് വളരെ അവര് എന്നെ ഡയറക്റ്റ് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ബാങ്കിൽ എത്തിച്ചാൽ മതി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബാങ്കിൽ എത്തിക്കാൻ സമയമില്ല എനിക്ക്. അപ്പൊ ഞാൻ എന്താ ഈ കടയിൽ ഒറ്റയ്ക്കല്ലോ. നിങ്ങൾ പ്രശ്നമില്ല, നിങ്ങൾ കാര്യം ചെയ്തോ, എനിക്ക് ഓൺലൈൻ അയച്ചു തന്നാൽ മതി. അയച്ചു കൊടുക്കുകയും ചെയ്തു. വാട്സാപ്പ് അയച്ചു കൊടുത്തു. 24/7 ഞാൻ അയച്ചു കൊടുക്കുന്നു. അതായത് നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ KYC അപ്ഡേറ്റ് ചെയ്യാൻ KYC അപ്ഡേറ്റ് കൊടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതൊക്കെ പ്രശ്നമില്ല. അത് നല്ല മാതിരിയാണ്. അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അത് പിന്നെ ചെറുത്ത് ബാങ്കിന്റെ ഇമെയിൽ ID എല്ലാം കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ എന്റെ പിന്നെ വാട്സപ്പില് ഒരു പിന്നെ സന്ദേശം വരുന്നു. പിന്നെ എന്റെ വാട്സപ്പിൽ സന്ദേശം വരുന്നു പിന്നെ യൂണിയൻ ബാങ്കിന്റെ ഒരു ID വെച്ചിട്ട്. അപ്പൊ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി KYC അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല നിങ്ങൾക്ക്. അത് യൂണിയൻ ബാങ്കിന്റെ അതേ അമ്മളം വെച്ച് ഇടയ്ക്ക് വരുന്നു വാട്സപ്പിൽ വരുന്നു. ലോഗോ വെച്ച് വരുന്നു. അപ്പൊ ഞാനത് വെച്ചാല് നല്ല ഒക്കെ ആയിക്കോട്ടെ, പ്രശ്നം അപ്ഡേറ്റ് നോക്കി അപ്ഡേറ്റ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെ 5 മണിക്ക് എന്നെ 4:30 മണിക്ക് എന്നെ വിളിക്കുന്നു. ഇന്നലെ വരുന്നത് 4:30 മണിക്ക് എന്നെ വിളിക്കുന്നു. 16 തീയതി വിളിക്കുന്നു. വാട്സപ്പിൽ ഓൺലൈനായി വിളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പം വാട്സപ്പിൽ ഓൺലൈൻ പിന്നെ യൂണിയൻ ബാങ്കിന്റെ അതേ ലോഗവും കാര്യങ്ങളും തന്നെ ഇല്ല. അപ്പൊ ഞാനൊക്കെ സംശയമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓൺലൈൻ പറ്റില്ല. എന്നിട്ട് വിളിച്ചു ലാസ്റ്റ് ഒരു 4 മണിക്ക് വിളിക്കുന്നു. അത് പ്രശ്നമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞാൻ നിങ്ങൾക്ക് നമ്പർ അയച്ചു തരാം, നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ മതി പറഞ്ഞിട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പൊ എന്നെ പറയുന്നത് 00 സംബന്ധിച്ച് ഒരു OTP അയച്ചാലും നിങ്ങൾ അയച്ചു കൊടുക്കുക പറഞ്ഞു. അപ്പൊ എന്റെ മൊത്തത്തിലെ ഒരു പിന്നെ എന്റെ തോന്നിയെന്ന് പറഞ്ഞാൽ എന്റെ വാട്സപ്പ് മൊത്തം ആരും ഹാക്ക് ചെയ്തെന്ന് തോന്നി എനിക്ക്. അത് ഞാൻ അയച്ചു കൊടുക്കുന്നു. അപ്പൊ എനിക്ക് രാത്രി 12:30 മണി നമുക്ക് ഡൗട്ട് തോന്നി. ഞാൻ ഇതിലിപ്പോ അയച്ചു കൊടുത്തപ്പോൾ ബാങ്കിൽ നേരിട്ട് പോയ പോലെ. അല്ല 6 മണിക്ക് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എന്റെ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5000 ഒരു 1000 ഉറുപ്പ്യ പിന്നെ ലാസ്റ്റ് അക്കൗണ്ടിലേക്ക് നോക്കുമ്പോൾ 150 ഉറുപ്പ്യ ബാക്കിയല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ടെൻഷനായി. അത് സ്പോട്ട് തന്നെ ഞാൻ തന്നെ പിന്നെ ടോൾ ഫ്രീ നമ്പർ വിളിച്ചിട്ട് ഞാൻ ബാങ്കിലെ അക്കൗണ്ട് കട്ട് ചെയ്യുന്നു. ഞാൻ ചോദിച്ചിരിക്കുന്നത് വെച്ചാല് ഞാൻ എന്റെ അക്കൗണ്ട് എന്റെ ആധാർ കാർഡും ഈ പിന്നെ ഈ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാല് എങ്ങനെ ലീക്ക് ആവുന്നത് സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ആദ്യം അയച്ചു കൊടുക്കുന്നു. അത് വീണ്ടും വേറൊരു വാട്സപ്പിൽ നിന്നാണ് അതേ ലോഗോ വെച്ച് വേറെ വാട്സപ്പ് വരുന്നു. അപ്പം നിങ്ങളോട് ആവശ്യപ്പെട്ടത് ഒരു നമ്പർ പ്രകാരം നിങ്ങൾ അയച്ചു കൊടുക്കുന്നു. പിന്നീട് ഇന്നലെയാണ് വേറൊരു വാട്സപ്പ് നമ്പറിന് യൂണിയൻ ലോഗോ വെച്ചിട്ട് തന്നെ KYC അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ചെയ്തെടുത്തു. അപ്പൊ എന്നൊരു പിന്നെ ലാസ്റ്റ് പിന്നെ അവര് പിന്നെ വാട്സപ്പിൽ കോളിൽ സംസാരിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ട് അവര്. അവരെന്ത് ഭാഷയാണ് സംസാരിക്കുന്നത്? ഹിന്ദി ഭാഷ. എനിക്ക് ഹിന്ദി അറിയാം, അറബി അറിയാം, ഇംഗ്ലീഷ് അറിയാം, പിന്നെ മലയാളം അറിയാം, തമിഴും അറിയാം. അപ്പൊ എല്ലാ ഭാഷയും സംസാരിക്കുന്ന ആളാ ഞാൻ. അപ്പം ഹിന്ദി സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു കട്ടായി. ആദ്യം 5000 രൂപയും രണ്ടാമത് 1000 രൂപയും പോയി. നിങ്ങൾ കസ്റ്റമർ വിളിച്ച് ബ്ലോക്ക് പൈസ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെ ലീക്കാവും, ഞാനിപ്പോ യൂണിയൻ വെച്ച സംഭവം എങ്ങനെ പുറത്തേക്ക് ലീക്കാവുന്ന എനിക്ക് മനസ്സിലാവുന്ന സംഭവം. അതിലെനിക്ക് വിഷമം. പിന്നെ അത് കൂടാണ്ട് നിങ്ങൾ അതിനുശേഷം സൈബർ സെല്ലായിട്ട് ബന്ധപ്പെട്ടല്ലോ. വളരെ നല്ല സംഭവം എന്ന് പറഞ്ഞാൽ സൈബർ സെല്ലിനെ സംബന്ധിച്ച് കേരള ഗവൺമെന്റ് നമ്മൾ പറയാൻ ചെയ്ത് വളരെ നല്ല സംഭവം എന്ന് വെച്ചാൽ അവർ നല്ല പ്രതികരണം. അവര് ഇന്ന് രാവിലെ വിളിച്ചു സംസാരിച്ചു. അവര് പറഞ്ഞു അപ്പം കേസ് ഫയൽ എന്ന് പറഞ്ഞാല് അതിന് ഒരു ID നമ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ സംഭവം സംബന്ധിച്ച് ID നമ്പർ സംബന്ധിച്ചു ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കിട്ടുന്നില്ല. അങ്ങനെ പല നമ്പർ കൊടുത്ത് അവരൊന്നും പറ്റില്ല, നമുക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് വെച്ചാല്
ഒരു ബാങ്കിൽ നിന്ന് അവരെ വിളിച്ചു. ഞാൻ ബാങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം ബാങ്കിൽ പോയി. അപ്പൊ അവർ പറഞ്ഞ ഇങ്ങനെ പിന്നെ നല്ല സഹകരണം, ബാങ്കുകാർ സഹകരണം വെച്ചാൽ വളരെ നല്ല സഹകരണമാണ്. അതുപോലെ സൈബർ സെൽ സഹകരണം വളരെ നല്ല സഹകരണം. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ വെച്ചാല് ബാങ്കുകാർ വെച്ചാൽ ഒരു കാര്യം ചെയ്യാം, എന്താ നിങ്ങൾ ഫോർമേറ്റ് ചെയ്യണം. എന്റെ മൊത്തം പിന്നെ വാട്സപ്പ് ഹാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് എന്ന് പറഞ്ഞാല് എന്റെ വാട്സപ്പിൽ നമ്പറിലെ ആൾക്കാർ മൊത്തം ഫോൺ അവരെടുത്തിട്ടുണ്ടാവും. അപ്പൊ അവരെയും കൂടെ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാം കെയർ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ആര് വിളിച്ചു കഴിഞ്ഞാലും, ഏത് ബാങ്കുകാർ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അവരെ സഹകരിക്കാൻ പാടില്ല. നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിലേക്ക് പോവുക. എന്റെ അനുഭവം അത്. ഇന്ന് രാവിലെ സൈബർ സെല്ല് കോൺടാക്ട് നല്ലൊരു പ്രതികരണം അവരത്തുണ്ടായി. പിന്നെ ലാസ്റ്റ് ഞാൻ വെച്ചാൽ അവര് കൂടുതൽ ലാസ്റ്റ് അവര് കേസ് രജിസ്റ്റർ ചെയ്തു, മെസ്സേജ് വന്നു. അപ്പൊ ഞാൻ എന്റെ ആ മെസ്സേജിന്റെ നമ്പർ എനിക്കില്ല, ഫോർവേഡ് ചെയ്തു. അപ്പം നല്ല സഹകരണം വെച്ചാൽ നല്ല സഹകരണം, നല്ല ആക്റ്റീവായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും ഏത് വിധത്തിലും നിങ്ങൾ ആരെങ്കിലും സമീപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഡയറക്റ്റ് ബാങ്ക് പഠിച്ച് കൈകാര്യം ചെയ്തതായതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ സൈബർ പിന്നെ വാട്സപ്പിലോ മെസ്സേജ് എന്തുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും വലിയ തെറ്റായ രീതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു പാഠം പഠിപ്പിച്ച എന്റെ അനുഭവത്തിൽ പറയുന്നതാണ്. ഇന്ന് 6000 രൂപ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള കേസാണ്. വളരെ സാമ്പത്തികമായി വീട്ടിൽ വ്യക്തിയാണ് ഞാൻ. സാമ്പത്തികമായി എല്ലാ മേഖലയിലും നമ്മളെല്ലാ വ്യാപാരികളും അത്രയും കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സമയത്താണ് ഈ 6000 കയ്യിൽ നിന്ന് പോയത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം വിഷമമുണ്ട്. ആരും ഈ തട്ടിപ്പ് വളരരുത്. നമ്മൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ ഡയറക്റ്റ് ബാങ്കിലേക്ക് പോവുക. ഒരു 1000 രൂപ പോലും, ഒരു 100 രൂപ പോലും ഒരു വ്യക്തി കയ്യിൽ നിന്ന് ഈ ചൂഷണം അവർക്ക് കൊടുക്കാൻ പാടില്ല. അത് മാത്രമല്ല, ഈ വ്യക്തിയുടെ നമ്പർ ഇപ്പോഴും ആക്റ്റീവാണ്. ആ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച അവൻ വളരെ മോശമായ രീതിയിലെ പ്രശ്നം പെരുമാറുന്നു. അവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ നമ്പർ ഞാൻ തരാൻ തയ്യാറാണ്. നിങ്ങൾ ആവശ്യപ്പെട്ട ആ നമ്പർ തരാൻ തയ്യാറാണ്. അവനെ വിളിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് തയ്യാറുള്ള താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കുക. എന്നോട് സഹകരിച്ച ഈ അറഫാത്തിനും ഈ വീഡിയോ പിന്നെ ചെറുത്തൊരു വാർത്തക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെ അത്രയും ഞാൻ എനിക്ക് വേണ്ടി പറ്റിയില്ല. എനിക്ക് 6000 രൂപ പോയിട്ടില്ല, പ്രശ്നമില്ല. എന്നെ ഇത് സഹകരിച്ച എന്റെ കൂടെ നിന്ന് രാവിലെ മുതൽ ഇന്ന് വീശാൻ വരെ കൂടെ നിന്ന് അറഫാത്തിനും ഈ ചെറുത്തുവാത്തക്കും വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആരും ഒരു കാരണവശാലും ഒരു വിധത്തിൽ ഫയൽ വന്നാലും ഓപ്പൺ ചെയ്യാൻ പാടില്ല. വളരെ നന്ദി, നമസ്കാരം. ഇപ്പൊ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരുന്നത് മുരളിയേട്ടന്റെ അനുഭവമാണ്. ഈ നിങ്ങൾക്കറിയാലോ, നമ്മളെ വാട്സപ്പിലൊക്കെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നിങ്ങൾ KYC അപ്ഡേറ്റിനാണ് അധികം വരുന്നത് പലപ്പോഴും. അപ്പം പല ആളുകളും ശ്രദ്ധിക്കില്ല. കാരണം അവർ ലോഗോ വെക്കുന്നത് നമ്മുടെ ബാങ്കിന്റെ ലോഗോ ആയിരിക്കും. പല ബാങ്കിന്റെ ഇപ്പം ഇവർക്ക് യൂണിയൻ ബാങ്കിന്റെ ആയിരിക്കും. മറ്റെല്ലാ ബാങ്കിനും ഇതുപോലുള്ള പിന്നെ ലോഗോ വെച്ചിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. വളരെ ധൃതി പിടിച്ചുകൊണ്ടാണ് പല ആളുകളും അവരുടെ വിവരങ്ങളൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അത് കുടുങ്ങിയതിനു ശേഷമായിരിക്കും പല ആളുകളും രക്ഷിക്കാൻ വേണ്ടിയിട്ട് സൈബർ സെല്ലിനെ സമീപിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാലോ, കഴിഞ്ഞ മാസം മെയ് മാസം തന്നെ കേരളത്തിൽ നിന്ന് പോയത് തന്നെ 181 കോടി രൂപയാണ് ഓൺലൈൻ വഴി തട്ടിപ്പ് സംഘം കടത്തിക്കൊണ്ടുപോയത് കേരളത്തിൽ നിന്ന് ഒറ്റ മാസം കൊണ്ട്. അപ്പം നമ്മളൊക്കെ എല്ലാവരും ഓൺലൈൻ ഉപയോഗിക്കുന്ന ആളുകളാണ്, ഓൺലൈൻ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്, ബാങ്കിന്റെ ഇടപാടും കാര്യങ്ങളൊക്കെ മൊബൈൽ വഴി ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ഈ ഒരു പിന്നെ പല ആളുകളും തട്ടിപ്പിൽ ഇരയാകുന്നുണ്ട്. പല ആളുകളും ആ കാര്യമൊന്നും സത്യം നാണക്കേട് കൊണ്ടോ മറ്റോ തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഇപ്പൊ മുരളിയേട്ടൻ പറഞ്ഞാൽ ഇനിയും ഈ അനുഭവം വേറെ ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ നമ്മുടെ ഒരു അഭിമുഖത്തിന് തയ്യാറായത്. തീർച്ചയായും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളിപ്പം ബാങ്കിൽ നിന്ന് ചിലപ്പോൾ മെസ്സേജ് വരും, ചിലപ്പോൾ വാട്സപ്പിലായിരിക്കും മെസ്സേജ് വരുന്നത്. അത് വളരെ പെട്ടെന്ന് അവർ പറയും ഇപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ അക്കൗണ്ട് ബ്ലോക്ക് ആവുമെന്ന് പറയുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് പല ആളുകളും ആ രീതിയിൽ മെസ്സേജൊക്കെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ OTP കൊടുക്കുകയാണ്. എല്ലാ രീതിയിലും ഓൺലൈനിൽ നമ്മൾ സുരക്ഷിതമല്ല എന്നതിന്റെ ഉദാഹരണമാണിത്. ഇദ്ദേഹത്തിന്റെ 6000 രൂപയെ പോയിട്ടുള്ളൂ. പക്ഷെ പല ആളുകളും ഇതുപോലുള്ള കേസുകളായിട്ട് എന്നെ സമീപിച്ചതിന് ശേഷം അവർ പറഞ്ഞത് പിന്നെ ഒരുപാട് ക്യാഷ് പോയ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. പല ആളുകളും അത് പുറത്ത് പറയുന്നില്ല, നാണക്കേട് കൊണ്ടാണ് പറയാത്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഓൺലൈൻ ഇടപാടുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നടത്തുക. നിങ്ങൾക്ക് ബാങ്കിൽ നിന്നോ മറ്റോ ഇതുപോലുള്ള വാട്സപ്പിൽ മെസ്സേജ് കാര്യങ്ങൾ വന്നാൽ, ലിങ്ക് വന്നാൽ തുറക്കാതെ നിങ്ങൾ ബാങ്കായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന തുക വെറുതെ എന്തിനാണ് ഓൺലൈൻ ടീമുകൾക്ക് ഹാക്കർമാർക്ക് കൊടുക്കുന്നതെന്ന്
ഒന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെയൊക്കെ ഫോണൊക്കെ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ പല ആളുകളും പല ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഏത് ആപ്പ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇതുപോലുള്ള അനുഭവങ്ങൾ വേറെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.